ഇപ്പോൾ അഖിൽ മാരാർ ചെയ്യുന്നതിനോട് നമ്മളിപ്പോൾ പ്രതികരിക്കണം, അത് 1 വർഷം കഴിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതിയോ? പിഷാരടി അങ്ങനെയാണ് ചോദിച്ചത്. കാരണം ഇന്ന് പറയുന്ന കാര്യമായിരിക്കില്ല അദ്ദേഹം 1 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന അഭിപ്രായം ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ എന്താ അഭിപ്രായം പറയാനാണ്? ഈ അഖിൽ മാരാർ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഈ ബിഗ് ബോസിന് ശേഷം അദ്ദേഹം വളരെ വോക്കലായിട്ട് ഒച്ച വെച്ച് സംസാരിക്കും, എന്തൊക്കെയോ പറയേണ്ട സമയം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ചില സമയത്ത് അദ്ദേഹം പറയും ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയും, ചില സമയത്ത് BJPക്ക് വേണ്ടി സംസാരിക്കും. അപ്പോൾ ഞാൻ BJP അല്ല എന്ന് പറയും, ഞാൻ കോൺഗ്രസ്സും അല്ല എന്ന് പറയും. എന്തൊക്കെയോ പിണറായിക്കെതിരെ പറയലായിരുന്നു പ്രധാനപ്പെട്ട പണി. കാരണം പിണറായിക്കെതിരെ പറഞ്ഞ ട്രാക്ഷൻ ഉണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട്. ആ സമയത്ത് ഈ അഖിൽ വരുന്ന സമയത്ത് ഈ ഇൻസ്റ്റയൊക്കെ മുഴുവനായും പിണറായി വിരുദ്ധത കൊണ്ട് നിറഞ്ഞ സമയമാണ്. പിണറായിക്കെതിരായിട്ടുള്ള രോഷമാണ് ഇൻസ്റ്റയിലെ റീലുകളുടെ പ്രധാനപ്പെട്ട കണ്ടന്റ്. കമൻറ്റുകളൊക്കെ വായിച്ച് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോൾ പിണറായി പറ്റി പറയാം, അതാണ് ട്രാക്ഷൻ ഉണ്ടാവുന്ന നേരത്തിൽ പിണറായി പറ്റി പറയുന്നു. കുറച്ച് നേരം കോൺഗ്രസ്സുകാരനാവുന്നു, കുറച്ച് നേരം BJPക്കാരനാവുന്നു, ഇപ്പോൾ പറയുന്ന അഭിപ്രായം പിന്നെ മാറ്റി പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പോൾ പറയുകയാണ് സാബു ജേക്കബിനെതിരെ പറയുന്ന ആൾ ചിലപ്പോൾ സാബു എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനും റിയാക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2020 എന്ന പാർട്ടിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചിട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിൽ എന്താ പറയാനുള്ളത്? അതിന് കൊല്ലം ജില്ലാ കമ്മിറ്റി ഉണ്ടോ 2020? 2020 എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലം പാർട്ടിയാണ്. അത് കൂടിപ്പോയ ചാലക്കുടി വരെയോ അല്ലെങ്കിൽ കോതമംഗലം വരെയൊക്കെ അതിന് ആളുണ്ടാവും. എന്നല്ലാതെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഉണ്ടാകാൻ 2020 കൊല്ലത്തുണ്ടോ? അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ പറയുന്നതിനൊക്കെ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാനാണ്? അതിനോട് എന്ത് റിയാക്ട് ചെയ്യണം? ഇനി 2020 കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആകാൻ വേണ്ടിയാണോ മൂപ്പര് 2020 ചേർന്ന് ഇലക്ഷൻ മത്സരിച്ചത്? അതൊന്നുമല്ല. അതായത് പുള്ളി നോക്കുമ്പോൾ എന്താണ്, NDAയുടെ ഒരു ഘടകകക്ഷിയിൽ ചേർന്നാൽ BJP കുറേ കാശ് ഇറക്കും, BJP കുറേ പൈസ ഇറക്കും. അപ്പോൾ തൽക്കാലം ഒരു 10 കൊല്ലത്തേക്കുള്ള പൈസ ഉണ്ടാക്കാം എന്ന് കരുതി തന്നെയാണ്. അല്ലാണ്ട് 2020 എന്നിട്ട് തൃക്കാക്കര ജയിക്കുമെന്ന് കരുതിയാണ് അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ചത്. പക്ഷേ ബൈക്ക് വിറ്റു, മറ്റേ ഇപ്പോൾ കൊട്ടാരക്കര സീറ്റ് കൊട്ടാരക്കരയും തൃപ്പൂണിത്തുറയിൽ നിന്നാൽ പുള്ളി ജയിക്കുമെന്ന് കരുതിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? പുള്ളി പറയുന്നത് ചിലപ്പോൾ ഞാൻ 2ാം സ്ഥാനം കൊട്ടാരക്കരയിൽ പിടിച്ചേക്കാം. ഉമാ തോമസിന് കിട്ടിയ ഭൂരിപക്ഷം പോലും കിട്ടിയിട്ടില്ല വോട്ടായിട്ട്. ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല വോട്ടായിട്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഇത് ജയിക്കുമെന്ന് കരുതിച്ചത്. അതൊന്നുമല്ല. അതായത് NDAയിൽ മത്സരിച്ച് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം നമ്മൾ കണ്ടാണ്. ഇപ്പോൾ വരുന്ന പുറത്തു വന്ന വാർത്തകൾ, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. മത്സരിക്കാത്തവർ പോലും കാശ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മത്സരിക്കുന്നവർ അല്ലാണ്ട് കാശ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പൈസ കിട്ടുമെന്ന് കരുതി. പക്ഷേ എന്ത് ചെയ്തു? ചതിയിൽ വഞ്ചന കാണിച്ചു BJP. കാരണം BJPക്കാർ എന്ത് ചെയ്തു? 2020 പൈസ കൊടുത്തില്ല. അവർക്കറിയാലോ 2020 കാശ് കൊടുത്തിട്ട് എന്താ കാര്യം? അവരാരും ജയിക്കാൻ പോകുന്നത്, അവർ ജയിക്കാൻ വേണ്ടി നിർത്തിയതുമല്ല. പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ 2020 എവിടെ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ടവർക്ക് വലിയ വോട്ടൊക്കെ ഉണ്ടായിരുന്ന ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇവർ കൊണ്ട് 2020 മത്സരിപ്പിച്ചത്. അപ്പോൾ അത് ജയിക്കാൻ വേണ്ടിയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അവരാരോ സഹായിക്കാൻ വേണ്ടി 2020 സ്ഥാനത്തിൽ നിർത്തി. അപ്പോൾ അവിടെ പൈസ അവർ ഇറക്കില്ല. ആ പൈസയൊക്കെ BJPക്കാർ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കാശ് കിട്ടിയില്ല, അതാണ് പ്രശ്നം. ഇലക്ഷൻ മത്സരിച്ചപ്പോൾ കുറേ കാശ് കിട്ടുമെന്ന് വിചാരിച്ചു, അത് കിട്ടിയില്ല. സാബുവും കൊടുത്തില്ല, BJPയും കൊടുത്തില്ല. അവസാനം മത്സരിക്കാൻ വേണ്ടി 20 ലക്ഷത്തിൻ്റെ ബൈക്ക്, അതെന്താ ഹാർലി ഡേവിഡ്സൺ ആണോ? എനിക്കറിയാം. 20 ലക്ഷത്തിൻ്റെ ബൈക്കൊക്കെ വിറ്റു എന്നാണ് കേൾക്കുന്നത്. 20 ലക്ഷത്തിൻ്റെ ബൈക്കൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല. ഇല്ല, ഞാൻ 20 ലക്ഷത്തിൻ്റെ കാറെന്നാണ് പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ പൈസയാണ് പ്രശ്നം. ഇലക്ഷൻ മത്സരിക്കാൻ അതൊക്കെ വിൽക്കണ്ടോന്നു പുള്ളി വിചാരിച്ച വിറ്റിട്ട് ഒരു EV ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങി. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിയത് കാശ് കിട്ടിയത് കൊണ്ടാണെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ അത് നിഷേധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ബെൻസ് വിറ്റിട്ടാണ്. ഓക്കെ, എന്തോ ആട്ടെ. സംഭവം ഇതാണ്, ഇലക്ഷൻ മത്സരിക്കുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷ കാശ് കിട്ടില്ല, BJP തന്നില്ല, സാബു ചോദിച്ചിട്ട് സാബുവും കൊടുത്തില്ല. അത് തന്നെയാണ് പ്രശ്നം. ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞപ്പോൾ പുള്ളി മൂപ്പരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നിൽക്കുക, നാളെ ട്രെൻഡ് മാറുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കുക. അതിനൊക്കെ നമ്മളെന്ത് റിയാക്ട് ചെയ്യാനാണ് സിയേഷ്?